ഞാൻ എനിക്കൊരു 27 ഏജായി. ഞാൻ ഇതുവരെ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തു. പക്ഷേ എനിക്ക് എവിടെ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഒരു 1 ഇയർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ മുകളിൽ എന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അത് ജോലിയെല്ലാം ബ്ലോക്ക് ആയി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ട് അവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും കാലമായിട്ട്. എനിക്കാണെങ്കിൽ ബിസിനസ് ചെയ്യണം ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ചെറുപ്പം മുതലേ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതുവരെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എന്താന്നുള്ള കാരണം എനിക്ക് അതിന് പ്രത്യേകിച്ച് സമയമുണ്ടോ, ഇനി ഒരാളെ ജീവിതത്തിൽ അതിന് പ്രത്യേകിച്ച് ഒരു സമയമോ അല്ലെങ്കിൽ അതിൻ്റെതായ സമയത്ത് നടക്കുള്ളൂ എന്നോ, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അത് കിട്ടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? ഓക്കെ, നമ്പർ 1, ബിസിനസ് നിങ്ങൾക്ക് ഏത് സമയത്ത് തുടങ്ങാം? നല്ലൊരു എക്സാമ്പിൾ 65-ാമത്തെ വയസ്സിലാണ് കേണൽ സാൻഡേഴ്സ് KFC ഒക്കെ തുടങ്ങി. അപ്പോൾ ഏജ് മാറ്റി വെക്കുക. ഏജ് നിങ്ങൾക്ക് ഏത് സമയത്തും ബിസിനസ് തുടങ്ങാം. ആ ബിസിനസ് വെറുതെ, പിന്നെ ഒരു കാര്യമുണ്ട്, ബിസിനസ് വെറുതെ ചാടി പിടിച്ച് ബിസിനസ് ചെയ്യരുത്. ചിലർക്ക് എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു എംപ്ലോയി ആവുന്നേക്കാൾ നല്ലത് നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആയിക്കൂടെ, ബിസിനസ് തുടങ്ങിക്കൂടെ എന്നൊക്കെ എല്ലാവർക്കും പറയാൻ ഈസിയാണ്, പക്ഷേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കുക. ഏതൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അത് അത്ര ഈസി അല്ല. പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ പണമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ബാക്കിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്, ഒരുപാട് ടീം വർക്ക് ഉണ്ട്, ഒരുപാട് കോർഡിനേഷൻ ഉണ്ട്, ഒരുപാട് റിസർച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നിങ്ങളെടുത്ത് കുറെ പൈസ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ നിങ്ങൾ കഴിയും. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പം therefore ബിസിനസ് അല്ല, അതല്ല ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാല് പൈസൻ്റെതല്ല സാർ. എനിക്ക് ഇത് എന്റെ മനസ്സിൽ എപ്പോഴും ഇത് തന്നെ വരുന്നത്, എനിക്ക് ബിസിനസ് ശരിയാവുള്ളൂ, എനിക്ക് ഒരിക്കലും നല്ലൊരു എംപ്ലോയി ആവാൻ പറ്റില്ല എന്നുള്ള എപ്പോഴും എന്റെ മനസ്സിലായി തോട്ട് വരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള ഏറ്റവും നല്ല സ്റ്റാഫ് ആവാൻ പറ്റുന്നില്ലെങ്കിലും, പക്ഷെ അവർക്ക് ഇത് ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ പോകാനുള്ള അതിനാണ് എനിക്ക് താല്പര്യം. ഇത് അവരെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അവർ ചിന്തിക്കുന്നത് മറിച്ചാണ്. ഇവനെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവനെ ഇനിയിപ്പം നമ്മളെ കണ്ടിട്ട് അപ്പുറത്ത് വേറെ ഇത് വല്ലതും തുടങ്ങിയാലോ, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് പകുതി മുതൽ ആളുകൾക്കും. നമ്മൾ നല്ലത് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നത്, പക്ഷെ അവർ ഇങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. എനിക്കെന്തോ അത് വല്ലാണ്ട് എനിക്ക് ഫീൽ ആകുന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ ആരോട് പറയാറില്ല അത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബിസിനസ് ചെയ്യാൻ അറിയാൻ, എന്താണ് കഴിവുള്ളത്, എന്ത് ബിസിനസ് ചെയ്യാനുള്ള അറിവാണ് നിങ്ങളുടെ അടുത്തുള്ളത്? അല്ല, എനിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. പോരാത്തതിന് ഏതൊരു ബിസിനസ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്, കസ്റ്റമർക്ക് എന്ത് സർവീസ് ആണ് കൊടുക്കുന്നത്, അത് എന്തുകൊണ്ടാണ് കസ്റ്റമർക്ക് അത് എത്രത്തോളം സക്സസ് ആകുന്നതിന് മെയിൻ കാരണം എന്താ, അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ഇതാകാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തൊരു കാര്യം കണ്ടിട്ട് അതിനെപ്പറ്റി ചെറുപ്പം മുതലേ അതിന്റെ ഉള്ളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അത് പലതരത്തിൽ യൂട്യൂബ് ആ ഒരു കാരണത്താലാണോ നിങ്ങൾക്ക് കുറെ 2-3 കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? ആ ഒരു കാരണമാണോ? അതെ, ഞാനൊരു കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ അതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാനും അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളത്, അപ്പോൾ അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, അല്ലാതെ കാര്യങ്ങളായിക്കോട്ടെ, എന്നെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളിൽ വരെ ഒരു ഓണർക്ക് ഇല്ലാത്ത ടെൻഷനാണ് എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അത് മറ്റുള്ളവർ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഞാനിപ്പം അതെങ്ങാനും അതേപോലത്തെ വേറെ സംഭവം തുടങ്ങുമോ, അതിന് നിങ്ങളുടെ പേരെന്തായിരുന്നു? പേര് ആദ്യത്തെ പ്രാവശ്യം ചോദിക്കണം. എന്റെ പേര് അജ്മൽ. ശരിക്കും ശ്രദ്ധിക്കാം. ഒരു സ്ഥലത്തു നിന്നാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സ്ഥലത്ത് റിലാക്സ്. ഒരു പ്രാവശ്യം ഒരു ഓർഗനൈസേഷനാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർഗനൈസേഷൻ താറാറായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പം പറഞ്ഞു 4-5 സ്ഥലത്ത് ഇത് സംഭവിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പ് ചിലപ്പോൾ ശരിയാവില്ല, നിങ്ങൾ ചെയ്യുന്ന അപ്രോച്ച് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. മനസ്സിലാവില്ല? അജ്മൽ മനസ്സിലാവുണ്ടോ? ഒരു സ്ഥലത്താണ് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ അത് ആ കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ സിഇഒന്റെ താറാറാണ്, നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. 4-5 സ്ഥലത്ത് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് there is something fishy, there is something wrong somewhere. ശരിയല്ലേ? ആലോചിക്കുക. നിങ്ങൾ അപ്രോച്ച് വ്യത്യാസം, നിങ്ങൾ കൊടുക്കുന്ന ചിലപ്പം സൊല്യൂഷൻ വ്യത്യാസം, ചിലപ്പം അവര് ഒഫൻസീവ് ആയിരിക്കും, വോട്ട് വെയിറ്റേഴ്സ് എനിക്കറിയില്ല അത് ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ബാക്കോട്ട് പോയി നോക്കുക, എന്തുകൊണ്ടാണ് ഈ 4 കമ്പനി ഈ ഒരു കാരണത്താൽ ഞാൻ എത്രയോ ഡെവലപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും സമ്മതിക്കാതെ ഞാൻ തന്നെ പിരിഞ്ഞു പോണ്ടി വന്നു, അല്ലെ അവർ എന്നെ ടെർമിനേറ്റ് ചെയ്ത്. there could be some reason. അത് അജ്മൽ പോയി. അല്ല സാർ, ഞാൻ ഇറങ്ങിയ കമ്പനിയിലെല്ലാം അവരെന്നെ തിരിച്ച് ഒരുപാട് വട്ടം അവരെന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പോകാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതെന്താ ഈഗോ ആണോ എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം എവിടെ നിന്നൊക്കെ ഇറങ്ങിയോ അവിടെയൊക്കെ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരെന്നെ 100% അക്സെപ്റ്റ് ചെയ്യും, നീ വാന്ന് പറയും. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നില്ല. നമ്മുടെ ഒരു ബാഡ് ആയിട്ട് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ മനസ്സിൽ. അപ്പൊ നിങ്ങൾ ഈ നാല് കമ്പനിയിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ?
അതെ അതെ അതെ, എനിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് എങ്ങനെ run പഠിച്ചിട്ടുണ്ടോ? ചെയ്യും, എന്താണ് അജ്മൽ റിലാക്സ് അജ്മൽ, അത് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറെ കാര്യങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ടോ? അത് 4 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അത് ഓക്കെ. related ഇനി പല ഞാൻ ചോദിക്കാം, ആ അറിവ് വെച്ച് നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, എനിക്ക് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ ഇത് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഒന്നും എനിക്കൊരു അതാണ് ഐഡിയ ഇല്ല. പക്ഷേ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇത്രയും നിങ്ങൾ 4-5 കമ്പനി വർക്ക് ചെയ്തത്, ഓരോ കമ്പനി നിങ്ങൾക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ട്, അവർ കാണുന്നില്ല. ഇസ് ഇറ്റ് റൈറ്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ, കസ്റ്റമർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സെയിൽസ് കൂടാന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റിന് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? അതെ, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ ഇപ്പം ഫിനാൻഷ്യൽ ചെയ്യാൻ പറ്റുമോ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റെപ്സ് എടുക്കേണ്ടത്? അജ്മൽ അതാ ചിന്തിക്കാൻ. അജ്മൽ ഒരിക്കലും ആ 4 കമ്പനിയിലേക്ക് തിരിച്ചു പോവില്ല, അത് ഉറപ്പാണ്. കാരണം ഈഗോ വന്നിട്ടുണ്ട് അവിടെ. നമ്പർ 2, അജ്മൽ ഇനി ഏത് 10 കമ്പനി ജോയിൻ ചെയ്താലും അജ്മൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവാൻ പോണത്. അതും ശരിയല്ലേ? പക്ഷെ ഞാൻ നിൽക്കുന്ന കമ്പനിയിലെല്ലാം അവിടെ നിൽക്കുന്ന അതിന്റെ ഹെഡിൽ ആരാണല്ലോ, അവർക്ക് എന്നോടൊരു ഇതാണ്, എന്താ പറയാ, അവൻ എന്നെയും കാട്ടി വലുതാണോ, അല്ലെ അവൻ എന്നെയും കാട്ടി കൂടുതൽ തിങ്ക് ചെയ്യുന്നു, അവൻ എന്നെയും കാട്ടി കൂടുതൽ അവർക്ക് പേടിയാണ്. അവർക്ക് അജ്മലിനെ പേടിയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ അംഗീകരിക്കാം. അവർക്ക് അജ്മലിനെ പേടിയാണ്. കാരണം അജ്മൽ കുറച്ചും കൂടെ തോട്ട് പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അതാ ഞാൻ ചാലഞ്ച് ചെയ്യുന്നത്, അജ്മലിനെ ചാലഞ്ച് ചെയ്യുന്നത്. അജ്മലിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് എന്താ ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് എന്തെങ്കിലും ഇതേപോലെ ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് അതാണ് അജ്മൽ ചിന്തിക്കേണ്ടത്. പക്ഷെ അതിന് സാറിനോട് ചോദിച്ചത് പ്രത്യേകിച്ച് അങ്ങനെ ടൈമുണ്ടോ? ഇല്ല, ടൈമില്ല. പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ ഒരു കൺസൾട്ടൻസി ആവാം. ഇതൊക്കെ കൺസൾട്ടൻസി ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്. നല്ല പൈസ കിട്ടുന്ന ഒരു ഏരിയ ആണ് കൺസൾട്ടൻസി, ബിസിനസ് കൺസൾട്ടൻസി. അതൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ. എനിക്ക് 27 വയസ്സുള്ളൂ. നിങ്ങൾ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്ക് അജ്മൽ, നിങ്ങൾക്ക് യങ് ആണ്. നിങ്ങൾക്കാട്ട് ഇരട്ടി വയസ്സുള്ള വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി സാർ. എന്റെ ഏജിലുള്ള ഒരുത്തനും ഇതേപോലെ ഒന്നും തിങ്ക് ചെയ്യുന്നില്ല, എനിക്ക് 100% ഷുവറാണ്. കാരണം എന്റെ സർക്കിളിലുള്ള ഒരു 10-20 പേര് ഇടയിൽ നിൽക്കുമ്പോൾ അവരാരും സംസാരിക്കാത്ത ടോപ്പിക്, അവരാരും ചിന്തിക്കാത്ത അത്രയും മേലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് 100% കോൺഫിഡൻസ് ഇല്ല. അതോടുകൂടി തന്നെ അവരുടെ ഇടയിലൊക്കെ എന്നെ വളരെ കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒരുമാതിരി ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു എന്താ പറയാ, നമ്മളൊരു മാറ്റി നിർത്തപ്പെടുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. കാരണം അവരെ മേലെ പോകുന്നുള്ളൊരു പേടിയുണ്ട്. ഓക്കെ അജ്മൽ, എനിക്ക് എൻ്റെ കാരണം 9-10 മണിക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ ഇടാൻ മുമ്പ് അജ്മലിനോട് ഒരു കാര്യം പറയട്ടെ. ഈ ഒരു കാര്യം എല്ലാവർക്കും ഇവിടെയുള്ള ഓരോ ലീഡേഴ്സും കേൾക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കൊരു സുഹൃത്ത് വലയമുണ്ട്. ആ സുഹൃത്ത് വലയത്തിൽ ഏറ്റവും ടോപ്പ് നിങ്ങളാണെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ശരിക്കും എല്ലാവരും കേൾക്കുക. നിങ്ങൾക്കൊരു സുഹൃത്ത് വലയുണ്ട്. ആ സുഹൃത്ത് വലയത്തിൽ ഏറ്റവും ടോപ്പ് നിങ്ങളാണ്. നിങ്ങളുടെ അടുത്തേക്കാണ് എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അല്ല അറിവിന് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു കൂട്ട് വലയം അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് മാറാനുള്ള സമയമായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ജസ്റ്റ് ഗിവ് മി എ തംസ് അപ്പ് ഇഫ് യു ആർ ഇൻ എ സർക്കിൾ വേർ എവ്രിവൺ കംസ് ടു യു ബിക്കോസ് യു ആർ ദ ലീഡർ ഇൻ ദ സർക്കിൾ, then it's time for you to change the circle and go and learn. നിങ്ങളെക്കാളും അറിവുള്ള ആൾക്കാരെത്ത് അവിടെ പോകണം. ദാറ്റ്സ് വാട്ട് വി കോൾ as eagles. അജ്മലും ചെയ്യേണ്ടത് അത് തന്നെ. അജ്മൽ ഈ സർക്കിളിൽ നിന്ന് മാറാനുള്ള ടൈമായി. സോ ladies and gentlemen, thank you very much for being here for an hour, and I'll catch you up next Wednesday at same time, 9 p.m. Indian Standard Time. You all take care.